നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഓഫർ ഓഫ് സെയിൽ ഓഫ് ഷെയർസ് ബൈ സെർട്ടൻ മെമ്പേഴ്സ് ഓഫ് കമ്പനി. അത് സെക്ഷൻ 28-ലാണ് അത് വിശദമാക്കിയിരിക്കുന്നത്. സെക്ഷൻ 28 കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻസ് വിച്ച് റെഗുലേറ്റ് ദ ഓഫർ ഫോർ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ബൈ സെർട്ടൻ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി. ദീസ് പ്രൊവിഷൻസ് ആർ സ്റ്റേറ്റഡ് ആസ് അണ്ടർ. ഈ ഓഫർ ഓഫ് സെയിൽ ഓഫ് ഷെയർസ് ബൈ സെർട്ടൻ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലെ മെമ്പേഴ്സിന് അവരുടെ കയ്യിലുള്ള ഷെയർസ് എന്ന് പറയുന്നത് പബ്ലിക്കിന് ഓഫർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊമോട്ടർ, നോർമൽ രീതിയിൽ ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ 20% ആണ് സാധാരണ അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആളുടെ കയ്യിൽ ഒരു 40% ഓഫ് ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൈനിങ് 20% എന്തോ ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഷെയർ വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്നു എന്നുള്ളത് ട്രാൻസ്ഫർ ആണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് പബ്ലിക് ഓഫറാണ്, പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്നതാണ്. അത് ഡിഫറൻ്റ് ആണ് ട്രാൻസ്ഫറുമായിട്ട്. ഓക്കെ, എനിവേ നമ്മുടെ കമ്പനിയിലുള്ള മെമ്പേഴ്സ് അവരുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് പറയുന്നത് പബ്ലിക്കിൽ ഓഫർ ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രൊവിഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് സെക്ഷൻ 28 എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ഓഫറിംഗ് ഓഫ് ഷെയർസ് ടു പബ്ലിക് ബൈ സെർട്ടൻ മെമ്പേഴ്സ് പെർമിറ്റഡ്. അപ്പം നമ്മുടെ ഈ മെമ്പേഴ്സിനുള്ള പെർമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ ഷെയർസ് പബ്ലിക്കിൽ ഓഫർ ചെയ്ത് നോക്കാം. വെയർ certain members of a company propose in consultation with the board of directors to offer in accordance with the provisions of any law for the time being in force whole or part of their holding of shares to the public. They may do so in accordance with such procedure as may be prescribed. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഈ മെമ്പേഴ്സിന് എന്തോ ചെയ്യാം, അവരുടെ കയ്യിലുള്ള അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് ഹോളി ആയിട്ടോ പാർട്ട്ലി ആയിട്ടോ എന്ത് ചെയ്യാം, പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യാം. പ്രൊസീജിയർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഡോക്യുമെന്റ്സ് ഓഫറിംഗ് സെയിൽ ടു ദ പബ്ലിക് ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ്. ഇത് നമുക്ക് നോർമലി കണ്ടതാണ്. എനി ഡോക്യുമെന്റ് ബൈ വിച്ച് ദ ഓഫർ ഓഫ് സെയിൽ ടു ദ പബ്ലിക് ഈസ് മേഡ് ഷാൾ ഫോർ ഓൾ പർപ്പസ് ബി ഡീംഡ് ടു ബി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ആൻഡ് ഓൾ ലോസ് ആർ റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ ആസ് ദ കണ്ടന്റ്സ് ഓഫ് ദ പ്രോസ്പെക്ടസ് ആൻഡ് ആസ് ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ ആൻഡ് ഒമിഷൻ ഫ്രം ദ പ്രോസ്പെക്ടസ് ഓർ അതർവൈസ് റിലേറ്റഡ് പ്രോസ്പെക്ടസ് ഷാൾ ബി അപ്ലൈഡ് ആസ് ഇഫ് ദിസ് ഈസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. അപ്പം ഈ പറയുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ ഈ പറയുന്ന ഓഫർ കൊടുക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന ഗണത്തിൽ തന്നെ പെടുത്തുകയും ചെയ്യും. പ്രോസ്പെക്ടസിൽ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന എല്ലാ ലൈബിലിറ്റിയും മിസ്സ്റ്റേറ്റ്മെന്റ് ആയാലും ഒമിഷൻ ആയാലും അങ്ങനെ ഈ പ്രോസ്പെക്ടസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ വസ്തുതകളും എന്ന് പറയുന്നത് ഈ ഡീംഡ് പ്രോസ്പെക്ടസിനും ബാധകമാണ്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്യുന്നതും ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഡീംഡ് പ്രോസ്പെക്ടസ് എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അടുത്ത പോയിന്റ്, കളക്റ്റീവ് ഓതറൈസേഷൻ ആൻഡ് റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസ് ടു എ കമ്പനി. The members, whether individuals or bodies corporate or both, whose shares are proposed to be offered to the public, shall collectively authorize the company whose shares are offered for sale to the public to take all action in respect of offer of sale for and on their behalf, and they shall reimburse the company all expenses incurred by it on this matter. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയാണ് ഈ സംഗതികൾ. അപ്പോൾ പ്രൊമോട്ടറായ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പനി ത്രൂവിലാണ്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് അതിന് വേണ്ടിയിട്ടല്ല. കമ്പനി സാധാരണ രീതി പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തോ ചെയ്യും, ഇതും ഓഫർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ മേടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഈ ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്നാണോ അത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടറിൽ നിന്നാണോ കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ ആ ഡോക്യുമെന്റ് ഡീംഡ് പ്രോസ്പെക്ടസ് ആവുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ കമ്പനി ഇതിന് വേണ്ടിയിട്ട്, അതായത് എൻ്റെ കയ്യിലുള്ള ഷെയർസാണ് കമ്പനി എന്തോ ചെയ്യുന്നത് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യണം, ഞാൻ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. കമ്പനിക്ക് ആ എക്സ്പെൻഡിച്ചറുകളെല്ലാം ഞാൻ റീഇംബേഴ്സ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പബ്ലിക്കിലേക്കും ഈ പറയുന്ന ഷെയർസ് ഓഫർ ചെയ്യുന്നത്.
As regard offer of sale of shares, certain members of a company, Rule 8, companies, prospectus and allotment security rules contain guidelines provisions which are stated. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഷെയർസ് ഓഫർ ചെയ്യുന്നത്, സെയിലിന് ഓഫർ ചെയ്യുന്നത് ഈ നമ്മുടെ സർട്ടൻ മെമ്പേഴ്സിന് മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന അപ്പം അത് റൂൾ 8 ആണ്. ഈ പറയുന്ന പ്രോസ്പെക്റ്റ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് റൂൾ 2014 റൂൾ 8 ആണ് ഇതുമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് എക്സംഷൻസ് ടു സെർട്ടൈൻ മാറ്റേഴ്സ്. എക്സംഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു റൂൾ 8, ദ പ്രൊവിഷൻസ് ഓഫ് പാർട്ട് 1 ചാപ്റ്റർ 3, നേംലി പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് റൂൾസ് മെയ്ഡ് അണ്ടർ ദെയർ ഷാൽ ബി ആപ്ലിക്കബിൾ ടു ആൻ ഓഫർ ഓഫ് സെയിൽസ് റെഫേർഡ് ഇൻ സെക്ഷൻ 28 എക്സെപ്റ്റ് ദ ഫോളോയിങ്, നേംലി സാധാരണ പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസിൽ ഈ ചാപ്റ്റർ 3 പാർട്ട് 1 പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും തന്നെ ഈ ഓഫർ ഓഫ് സെയിൽ എന്ന് പറഞ്ഞ് നമ്മളിപ്പം കണ്ട സെക്ഷൻ 28 പറഞ്ഞിരിക്കുന്ന ഓഫർ ഓഫ് സെയിലിനും ബാധകമാണ്. എക്സെപ്റ്റ് താഴെ നമ്മളിപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം അത് ബാധകമാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഇന്നത് വേണം എന്നുള്ള ഒരു പ്രൊവിഷൻസും ഇക്കാര്യത്തിൽ ഈ പറയുന്ന ഈ സെക്ഷൻ 28 ഡീൽ ചെയ്യുന്ന ഓഫർ ഓഫ് സെയിലിന് ബാധകമല്ല, എക്സംഷൻ ഉണ്ട്. ദ പ്രൊവിഷൻസ് ഫോർ മിനിമം ആപ്ലിക്കേഷൻ വാല്യൂം ഇതിന് ബാധകമല്ല. അതുപോലെ ദ പ്രൊവിഷൻസ് ഫോർ റിക്വയറിംഗ് എനി സ്റ്റേറ്റ്മെന്റ് ടു ബി മെയ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് മണി. അപ്പം ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്, ഈ യൂട്ടിലൈസേഷൻ ഓഫ് മണി കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നും ഇത് ഇവിടെ ആവശ്യമില്ല. Any other provisions or information which cannot be complied or gathered by the offerer with detailed justification for not being able to comply with such a provision. എന്ന് പറഞ്ഞാൽ ഈ ഓഫറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടർ, ഈ ഓഫറർ ഗാദർ ചെയ്യുന്ന എന്തെങ്കിലും ഉള്ള ഒരു പ്രൊവിഷൻസോ ഇൻഫർമേഷനോ ഒക്കെ സംഭവങ്ങൾ അവരുടെ ബിയോണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ എന്താ പറയുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഇതിനകത്ത് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കമ്പനി അല്ലല്ലോ ചെയ്യുന്നത്, എൻ്റെ ഒരു പ്രൊമോട്ടർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഷെയർസ് ആണ് പബ്ലിക്കലി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ സെർട്ടൻ ലിമിറ്റേഷൻ ഉണ്ടാകും. സോ അതൊന്നും ആ ലിമിറ്റേഷൻസ് ഒന്നും എന്തോ ചെയ്യത്തില്ല, ഇവിടെ ബാധകമല്ല. അതിന് ഒരു എക്സംഷൻസ് കിട്ടും നോർമൽ രീതിയിൽ. ഡിസ്ക്ലോഷർ. As per Rule 8 subsection 2, the prospectus issued under section 28 shall disclose the name of the person or entity bearing the cost of making the offer of sale along the reason. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നു, ഇതിനകത്ത് ആരാണോ ഇത് ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പേരും അവരുടെ അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഓഫർ ഇതെല്ലാം എന്തോ ചെയ്യുന്നു, ഈ റീസൺസും എല്ലാം എന്തോ ചെയ്യണം, അതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ അത് അറിയാൻ പറ്റും എവിടെ നിന്നാണ് ഈ ഷെയർസ് ഓഫർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് എ കോൺട്രാക്ട് ഓർ ഒബ്ജക്റ്റ് ഇൻ പ്രോസ്പെക്ടസ്. അപ്പം നമ്മുടെ പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടാവുന്ന ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ടേംസ് ഓഫ് കോൺട്രാക്റ്റോ വേരി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രൊവിഷൻസ് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 27 contains provisions relating to variation in terms of contract or objects in a prospectus. Once funds are raised through given prospectus, the principle of doctrine of ultra vires mutatis mutandis, doctrine of ultra vires means beyond the comply into the play. That is, the company has to use the funds strictly in accordance with the prospectus. Deviations are required to be pre-approved by the investors, and a recall option need to be given to the dissenting investors. Deviations regarding use of proceeds to issue for buying, trading or otherwise dealing in equity shares of any other listed company is not permitted. അപ്പോൾ ഇവിടെ സെക്ഷൻ 27 ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ടേംസിൽ വേരിയേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് പ്രോസ്പെക്ടസിൽ വേരി ചെയ്യുക വരുന്ന അവസ്ഥകൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സെക്ഷൻ 27 എന്ന് പറയുന്നത് ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസ്പെക്ടസിനകത്താണെന്നുണ്ടെങ്കിൽ അതുവഴി ആ പ്രോസ്പെക്ടസ് വഴി ഒരു ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എന്തുണ്ടാകും, ഡോക്ട്രീൻ ഓഫ് അൾട്രാ വയർസ്, അവർക്ക് അവരുടെ ഒബ്ജക്റ്റിൽ നിന്നോ ഇതിൽ നിന്നോ വ്യതിചലിക്കാൻ പറ്റത്തില്ല. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർപ്പസിന് വേണ്ടി മാത്രമേ അവർക്ക് ആ ഫണ്ടിനെ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് സംഭവം എന്താ പറയുന്നത് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻസ് ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രീ അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമാണ്.
അഥവാ പ്രീ അപ്രൂവൽ എടുത്തതിന് ശേഷം ഇതിനകത്ത് ഈ ഡിസെൻഡിങ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇതിനകത്ത് തുടർന്നിട്ട് ഇവർക്ക് ഇതിനകത്ത് എന്താ പറയുന്നത്, ഇതിനകത്ത് എതിരഭിപ്രായമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫണ്ട് റീകാൾ ചെയ്യാനുള്ള അവകാശവും കൂടെ കൊടുത്തിട്ട് കൊണ്ട് വേണം ഈ സംഗതികൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് ഈ പറയുന്ന ഫണ്ട് ഒരിക്കലും കൊണ്ടുവന്ന് വേറൊരു കമ്പനിയുടെ, മറ്റൊരു ലിസ്റ്റഡ് കമ്പനിയിലെ ഷെയർസ് മേടിക്കാനോ, അതുപോലെ ഇക്വിറ്റി ഷെയർസ് മേടിക്കാനോ, അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനോ, അതുപോലെ ഡീൽ ചെയ്യാനോ ഒന്നും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അത് എൻറ്റയർലി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഈ സെക്ഷൻ 27 നമുക്ക് വിശദമായിട്ട് നോക്കാം. 1. വേരിയേഷൻസ് ഓൺ അപ്രൂവൽ ഓഫ് ജനറൽ മീറ്റിംഗ് ബൈ പാസിംഗ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അതെന്താണെന്ന് നോക്കാം. എ. കമ്പനി ഷാൽ നോട്ട് അറ്റ് എനി ടൈം വേരി ദ ടേംസ് ഓഫ് കോൺട്രാക്ട്സ് referred to in the prospectus or objects for which the prospectus was issued, except subject to the approval of or except subject to an authority given by the company in general meeting by way of special resolution. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ എന്ന് പറയുന്നത് അവരുടെ ടേംസ് ഓഫ് കോൺട്രാക്റ്റിൽ നിന്നോ, അതിൻ്റെ കോൺട്രാക്ട് ടേംസിൽ, പ്രോസ്പെക്ടസിൽ പറയുന്ന ടേംസ് ഓഫ് കോൺട്രാക്റ്റിൽ നിന്നോ അതിനകത്ത് ഒബ്ജക്റ്റിൽ നിന്നോ ഒന്നും വ്യതിചലിക്കാൻ സാധ്യമല്ല ഒരു കാലത്തും. എന്നാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി കമ്പനി അതിൻ്റെ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് അതിനകത്ത് ഒരു എക്സംഷൻസ് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അതിൻ്റെ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് വേരി ചെയ്യാം, അതിൻ്റെ ഒബ്ജക്റ്റിലും വേരി ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. It is provided that the details as may be prescribed of the notice in respect of such a resolution to the shareholders shall also be published in the newspaper on in English and on in vernacular language in the city where the registered office of the company is situated, and indicating clearly justification for such variations. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് നോട്ടീസും പ്രൊവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഇതിൻ്റെ ഈ റെസൊല്യൂഷന് നോട്ടീസും ഇഷ്യൂ ചെയ്തിരിക്കണം. അത് ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലും മറ്റേതെന്ന് പറയുന്നത് വെർണാക്കുലർ ലാംഗ്വേജ്. വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറയുന്ന ലോക്കൽ ലാംഗ്വേജിൽ എവിടെയാണോ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്, ഇപ്പോൾ കേരളയിലാണെന്നുണ്ടെങ്കിൽ മലയാളം, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, അങ്ങനെയുള്ള ലോക്കൽ ലാംഗ്വേജിലുള്ള പിന്നെ ന്യൂസ് പേപ്പറിലും ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് ക്ലിയർലി ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ വേരിയേഷൻസ് എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. It is further provided that such a company shall not use any amount raised by it through prospectus for buying, trading, or otherwise dealing in equity shares or any other listed company. സബ്സെക്ഷൻ 1 ആൻഡ് പ്രൊവിസോസ്. അപ്പോൾ സബ്സെക്ഷൻ 1 ആൻഡ് പ്രൊവിസോയിൽ പറയുന്നത് പോലെ തന്നെ ഈ കമ്പനിക്ക് ഒരു കാരണവശാലും വേറൊരു ലിസ്റ്റഡ് കമ്പനിയിലെ ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കാനോ വിൽക്കാനോ അതുപോലെ ട്രേഡ് ചെയ്യാനോ അതൊന്നും സാധിക്കില്ല. അത് ഇതിനകത്ത് എന്താ പറയുന്നത്, മീൻസ് അത് ഇതിനകത്ത് പെടുന്നതല്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്. In respect of variation in terms of contract referred to in the prospectus or objects for which prospectus was issued, Rule 7 of Companies Prospectus and Allowed Rules 2040 states are under. അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഇതിനകത്ത് വേരി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെ പറ്റി അതിൻ്റെ റൂൾ നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ബി പാസ്ഡ് ത്രൂ പോസ്റ്റൽ ബാലറ്റ് ആൻഡ് കണ്ടൻസ് ഓഫ് നോട്ടീസ്. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? ത്രൂ പോസ്റ്റൽ ബാലറ്റ് വഴി അതുപോലെ തന്നെ നോട്ടീസ് വഴിയും എന്താ പറയുന്നത് ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. അത് പറയുന്നത് അക്കോർഡിംഗ് ടു സബ് റൂൾ 1, വേർ എ കമ്പനി ഹാസ് റേസ്ഡ് മണി ഫ്രം പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ് ആൻഡ് ഹാസ് എനി അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഔട്ട് ഓഫ് ദ മണി സോ റേസ്ഡ്, ഇറ്റ് ഷാൽ നോട്ട് ബി വേരി ദ ടേംസ് ഓഫ് കോൺട്രാക്ട് റെഫേർഡ് ടു ഇൻ ദ പ്രോസ്പെക്ടസ് ഓർ ഒബ്ജക്ട്സ് for which the prospectus was issued, except by passing special resolution through postal ballot, and the notice of the proposed special resolution shall contain in the following particulars, namely. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയിട്ട് നമ്മൾ പാസ്സാക്കിക്കൊണ്ട് ഈ പ്രോസ്പെക്ടസിനകത്തോട്ടുള്ള ഈ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ പറയാം നമുക്ക് വേരി ചെയ്യേണ്ട ആവശ്യമാണെങ്കിൽ വേരി ചെയ്യാം. അതിന് നോട്ടീസിനകത്താണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത്
ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ദ ഒറിജിനൽ പർപ്പസ് ഓർ ഒബ്ജക്റ്റ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒറിജിനൽ പർപ്പസ്, അതുപോലെ എന്താണ് നമ്മുടെ ഈ പ്രോസ്പെക്ടസിൽ യൂസ് ചെയ്യുന്ന എന്താണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്, അത് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. ടോട്ടൽ മണി റൈസർ എത്ര പൈസ കിട്ടി എന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ദ മണി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി സ്റ്റേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അപ്പം പ്രോസ്പെക്ടസ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് എത്ര മണിയാണ് കണ്ടെത്തിയത്, യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് ഓഫ് പ്രൊപ്പോസ്ഡ് ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് 50%, 60% എക്സെട്ര. ഇനി നമ്മൾ പ്രൊപ്പോസ്ഡ് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എത്രയാണ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് മാത്രം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളത് കാണിച്ചിരിക്കണം. ദ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഔട്ട് ഓഫ് ദ മണി സോ റേസ്ഡ് ത്രൂ പ്രോസ്പെക്ടസ്. നമ്മൾ പ്രോസ്പെക്ടസ് വഴി കളക്ട് ചെയ്തതിനകത്തുള്ള അൺയൂട്ടിലൈസ്ഡ് മണി എത്രയുണ്ടെന്ന് അറിയണം. ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് വേരിയേഷൻ in the terms of contracts referred to in the prospectus or objects for which the prospectus was issued. അപ്പോൾ ഇതിനകത്തുള്ള ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതിനകത്തുള്ള ഈ പ്രപ്പോസ്ഡ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട്, അതുപോലെ ഈ ഒബ്ജക്ട്സ് ആയാലും അതിൻ്റെ ടേംസ് ഓഫ് കോൺട്രാക്റ്റിലായിട്ടുള്ള പ്രപ്പോസ്ഡ് വേരിയേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ പർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കണം. അതുപോലെ ദ റീസൺ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഫോർ സീക്കിംഗ് വേരിയേഷൻ. അപ്പോൾ ഈ വേരിയേഷൻസ് ഉണ്ടാകുന്നതിനുള്ള ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസണും കാര്യങ്ങളും എല്ലാം പാസ് ചെയ്തിരിക്കണം. ദ പ്രപ്പോസ്ഡ് ടൈം ലിമിറ്റ് വിത്തിൻ ദ പ്രപ്പോസ്ഡ് വേരിയേഷൻ ഒബ്ജക്റ്റ് വുഡ് ബി അച്ചീവ്ഡ്. അപ്പം എന്നത്തേക്കാണ് നമ്മുടെ ഈ പ്രപ്പോസ്ഡ് വേരിയഡ് ഒബ്ജക്ട്സ് അച്ചീവ് ചെയ്യുന്നതെന്നുള്ള ഈ ടൈം ലിമിറ്റ്, പ്രപ്പോസ്ഡ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ ദ ക്ലോസ് വൈസ് ഡീറ്റെയിൽസ് ആർ സ്പെസിഫൈഡ് ഇൻ സബ് റൂൾ 3 ഓഫ് റൂൾ 3 ആസ് വാസ് റിക്വയർഡ് വിത്ത് റെസ്പെക്ട് ഓഫ് ദ ഒറിജിനലി പ്രപ്പോസ്ഡ് ഒബ്ജക്റ്റ് ഓഫ് ദ ഇഷ്യൂ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ് വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൻ്റെ സകല ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒറിജിനലി പ്രപ്പോസ്ഡ് ഒബ്ജക്ട്സിന് വേണ്ടി ഉള്ള ക്ലാസ് വൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. ദ റിസ്ക് വാസ് ഫാക്ടേഴ്സ് പെർട്ടൈനിങ് ടു ദ ന്യൂ ഒബ്ജക്ട്സ്. അപ്പോൾ ഈ പുതിയ ഒബ്ജക്ട്സിലുള്ള എന്തെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ഇതെല്ലാം എന്തോ ചെയ്തിരിക്കണം, കൈകാര്യം ചെയ്തിരിക്കണം. The other relevant information which is necessary for the members to take informed decision on the proposed resolution. എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഏതെങ്കിലും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ മെമ്പേഴ്സിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി നെസസറി ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഫോംഡ് ഡിസിഷനും കൂടെ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ നോട്ടീസ് പാസ്സാക്കുമ്പം ഉണ്ടായിരിക്കേണ്ടുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് മാത്രമേ കമ്പനിക്ക് എന്തോ പറ്റത്തുള്ളൂ, കമ്പനിക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി അവരുടെ ടേംസ് ഓഫ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒബ്ജക്ട്സോ വേരി ചെയ്യുന്നതിന് അവകാശമുള്ളൂ. ഇത് എങ്ങനെയാണ് ഈ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് ഒബ്ജക്റ്റ് വേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനി അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബിസ്ക്കറ്റ് മാനുഫാക്ചറിലേക്ക് മാറണം. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റ് മാറി. അപ്പോൾ അങ്ങനെ മാറുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ടേംസ് ഓഫ് കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ ഇതിലോ മാറുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കമ്പനി അതുപോലെ തന്നെ വേറൊരു കമ്പനി ഇതിൻ്റെ തന്നെ സബ്മിറ്റായിട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള പല കേസുകളെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റീവ് റേസ് ചെയ്യുന്ന അതുപോലെ ടേംസ് ഓഫ് കോൺട്രാക്റ്റിലൊക്കെ മാറ്റം വരേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് മണിയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് നോട്ടീസ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പനിക്ക് അത് വേരി ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അടുത്തതെന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ടു ബി ഇൻ സ്പെസിഫൈഡ് ഫോം. അപ്പോൾ ഇതിന് അഡ്വർടൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. According to sub-rule 2, the advertisement of the notice for getting the resolution passed for varying the terms of any contract referred to in the prospectus or altering the objects for which the prospectus were issued shall be in form PAS1, and such advertisement shall be published simultaneously with the dispatch of postal ballot of notice to shareholders. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫോം PAS1 ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ ഫോം PAS1 കണ്ടെയ്ൻ ചെയ്തുകൊണ്ടാണ് ഈ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസിൻ്റെ ഒബ്ജക്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ടേംസ് ഓഫ് കോൺട്രാക്റ്റോ ഒക്കെ ഓൾട്ടർ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്, ഈ കൊടുത്ത അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് സാൾസ് പബ്ലിഷ്ഡ് സൈമിൾട്ടേനിയസ്ലി വിത്ത് ഡിസ്പാച്ച് ഓഫ് പോസ്റ്റൽ ബാലറ്റ് നോട്ടീസ്. അപ്പോൾ പോസ്റ്റൽ ബാലറ്റ് നോട്ടീസ് ഷെയർ ഹോൾഡേഴ്സ് എടുക്കുന്നത് പോലെ അതിൻ്റെ സൈമിൾട്ടേനിയസ്ലി ആ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നതും എന്തോ ചെയ്തിരിക്കണം, അഡ്വർടൈസ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെ അതേപോലെ
അതിൻ്റെ കൂടെ തന്നെ ഈ പോസ്റ്റൽ ബാലറ്റിൽ ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് അറിയിക്കുന്ന അപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ഡിസ്പാച്ച് ചെയ്തിരിക്കണം. ഏത് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഫോം PAS1. പ്ലേസിംഗ് ഓഫ് നോട്ടീസ് ഓൺ വെബ്സൈറ്റ് അക്കോർഡിംഗ് സബ് റൂൾ 3 ദ നോട്ടീസ് ഷാൽ ആൾസോ ബി പ്ലേസ്ഡ് ഇൻ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്പനി. ഇനിയും അത് മാത്രം പോരാ, ഈ നോട്ടീസ് എന്ന് പറയുന്നത് കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് അത് പ്ലേസ് ചെയ്തിരിക്കുകയും വേണം. അടുത്ത എക്സിറ്റ് ഓഫർ ഫോർ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഇതിനകത്ത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ബീങ് those shareholders who have not agreed to the proposal to vary the terms of contract or objects referred to in prospectus shall be given an exit offer by promoters or controlling shareholders at such exit price and in such a manner and the condition as may be specified by the Securities and Exchange Board by making regulation in this behalf subsection 2. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം എങ്ങനെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ആൾക്കാർ അത് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കമ്പനിക്ക് അതിൻ്റെ ഒബ്ജക്ട്സ് വേരി ചെയ്യും. എന്നാൽ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എതിരഭിപ്രായമുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സിറ്റ് ഓഫർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവർക്ക് തുടരണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോകാനുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറഞ്ഞിരിക്കണം, ചെയ്തിരിക്കുകയും വേണം. അപ്പോൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് എക്സിറ്റ് ഓഫറും കൂടെ കൊടുത്തേ മതിയത്തുള്ളൂ. കാരണം അവർക്ക് അത് നിൽക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവിടെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും എന്തെന്ന് പറയുന്നത് കമ്പനി അത് എൻഷുർ ചെയ്തിരിക്കണം, അവരുടെ എമൗണ്ട് റിട്ടേൺ ആയിട്ട് കൊടുത്തിരിക്കുകയും വേണം. സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും കണ്ടത്. 2 കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ, ഒന്ന് മെമ്പേഴ്സിന് അവരുടെ കയ്യിലിരിക്കുന്ന ഷെയർസ് ഓഫർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ടേംസ് എന്നുള്ളത് സെക്ഷൻ 28 പഠിച്ചു. അതുപോലെ സെക്ഷൻ 27 എന്ന് പറയുന്നത് കമ്പനിയുടെ ടേംസ് ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്ട്സോ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാണേണ്ടതെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. സോ നെക്സ്റ്റ് സെക്ഷനിൽ എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ടു ബി ഡീൽഡ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയാണ് പഠിക്കുന്നത്. യേഷ സുപ്തേഷു ജാഗ്രതി യേഷ സുപ്തേഷു ജാഗ്രതി